ആലിശ്ശേരി പാലക്കൽ പനമ്പയിൽ ദേവി ക്ഷേത്രത്തിലെ ഈ മാസം 22-ന് ആരംഭിച്ച് 25-ാം തീയതി സമാപിക്കുന്ന രൂപത്തിൽ ഒരു ഭുവനേശ്വരി പ്രതിഷ്ഠ, ഒപ്പം തന്നെ 22 വൈകിട്ട് 23 കാലത്തായിട്ട് മഹാചണ്ഡികാ ഹോമം, അതിൻ്റെ യഥാവിധി മൂകാംബിയിൽ നിന്ന് വരുന്ന ആചാര്യന്മാരാൽ നടത്തപ്പെടുന്നുണ്ട്. അതിൻ്റെ ആ 23-ന് വൈകിട്ട് പ്രതിഷ്ഠയായിട്ട് ബന്ധപ്പെട്ട താന്ത്രിക ചടങ്ങുകൾ നടക്കും. ഈ ചടങ്ങുകളിലേക്ക് അപൂർവമാണ് ചണ്ഡികാഹോമം. അവിടുന്ന് വന്നിട്ട് കേരളത്തിൽ അതിൻ്റെ ഒരു ആചരണമില്ല. ഇത് ഒരു ചന്ദ്രഗിരിപ്പുഴയ്ക്ക് വടക്കേ ഉള്ളൂ, തെക്കില്ല. അപ്പൊ അത് അപൂർവമാണ്. അതുകൊണ്ട് ഇതിൽ പങ്കെടുക്കാൻ ആളുകളെ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു പത്രസമ്മേളനം നടത്തുന്നത്. അപ്പൊ മൂകാംബിയിൽ നിന്ന് വരുന്ന ആചാര്യന്മാര് ഇവിടെ വന്ന് ഒരു ചണ്ഡികാഹോമം നടത്തുന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെ കൂടുതൽ നമുക്ക് ആ ഭക്തജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കേണ്ട ഒരു വാർത്ത. കേരളത്തിലോ അല്ല, ഈ ക്ഷേത്രത്തിൽ ആദ്യമായിട്ടാ ചണ്ഡികാഹോമം ആദ്യമായിട്ടാണ്. എന്റെ പേര് നന്ദൻ നമ്പൂതിരി. ആ ക്ഷേത്രത്തിലെ തന്ത്രിയാണ്. വിനു പനമ്പയിൽ. വിനു പനമ്പയിൽ. പനമ്പയിൽ ആ ക്ഷേത്രത്തിന്റെ പേര്. ജോഷി പനമ്പയിൽ. കലേഷ് പനമ്പയിൽ. കലേഷ് പ്രസീദ് ചിറ്റേക്കര. ആ കുടുംബക്ഷേത്രമാണ്. പഴങ്ങാപ്പറമ്പ് ഇല്ലത്ത് നന്നൻ തിരുമേനിയാണ്. ഉണ്ണീഷൻ തിരുമേനി തന്ത്രി. അവരുടെ അനുഗ്രഹത്തോടു കൂടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അല്ല, ഒരു കുടുംബത്തിന്റെ ഒരു ക്ഷേത്രമായിരുന്നു പൂർവിക കാലത്ത്. ഇപ്പോ ഭരണം ഒക്കെ കുടുംബത്തിൽ നിന്ന് വെച്ചാൽ പൊതുജനങ്ങളൊക്കെ അവിടെ ധാരാളം ഭക്തന്മാരായിട്ട് എത്തുന്നുണ്ട്. കേരളത്തിൽ കാണുന്ന ഒട്ടുമിക്കൽ ക്ഷേത്രം, ഇപ്പൊ ഗുരുവായൂർ ക്ഷേത്രമായാലും സാമൂതിരിയുടെ കുടുംബത്തിന്റെ വകയാണല്ലോ. ഏതായാലും ശബരിമല പന്തളം കുടുംബത്തിന്റെ വകയാണ്. കുടുംബത്തിന്റെ വകയല്ലാത്ത ക്ഷേത്രങ്ങൾ കേരളത്തിൽ ഇല്ല. ഇതും പരമ്പയിൽ കുടുംബത്തിന്റെയാണ്. പക്ഷെ ഇപ്പൊ അതല്ല, അനവധി ഭക്തന്മാര് പല സ്ഥലത്തു നിന്നും അവിടെ വരുന്നുണ്ട്, ദർശനം നടത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു പദ്ധതി അവിടെ ആസൂത്രണം ചെയ്തേക്കുന്നത്. ഇതിന് ഏകദേശം ഒരു 6 ലക്ഷത്തോളം ചെലവ്. 10ഓളം ആചാര്യന്മാര്, പിന്നെ അതിന്റെ ഹോമദ്രവ്യങ്ങൾ, അതിന്റെ പ്രത്യക്ഷമായിട്ടുള്ള അർപ്പണങ്ങള്, അല്ലാണ്ട് ആഭരണങ്ങള്, വസ്ത്രങ്ങളെല്ലാം സമർപ്പിക്കും ഈ ചണ്ഡികാ ഹോമത്തിന്റെ. പ്രധാനമായിട്ട് വിഷ്ണുമായ ക്ഷേത്രമല്ലേ? അല്ല, ദേവീ ക്ഷേത്രമാണ്. അത് ചോറ്റാനിക്കര അമ്മ. വിഷ്ണുമായ അല്ല, നമ്മള് ചോറ്റാനിക്കരമ്മ ചൈതന്യമാണ് അവിടെ ഉള്ളത്. ഇപ്പൊ ഭുവനേശ്വരി പ്രതിഷ്ഠയും കൂടി അവിടെ വരുന്നുണ്ട്. ചോറ്റാനിക്കരമ്മ ദേവി ക്ഷേത്രമാണ്. അതില് ഉപദേവങ്ങളായിട്ട് വിഷ്ണുമായ സ്വാമി, സ്വാമി ഒക്കെ ഉണ്ട്. ചോറ്റാനിക്കര കിഴക്കാവിലെ, അതായത് കണ്ടിട്ടുണ്ടല്ലോ ചോറ്റാനിക്കര, മേക്കാവും കിഴക്കാവും. ആ കിഴക്കാവിലെ ദേവിയാണ് ഇവിടെ ആചരിക്കുന്നത്. അതായത് ഭദ്രാണി സ്വരൂപത്തിലുള്ള ദേവിയാണ് ഇവിടെ ആചരിക്കുന്നത്.